നമ്മുടെ കേരളത്തിൽ കള്ളിൽ കഫ് സിറപ്പ് ചേർത്ത് വിൽക്കുന്നുണ്ട് എന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് മലയാളമായിരുന്നു. കഴിഞ്ഞ വർഷത്തിലാണ് ഞങ്ങൾ ആ വാർത്ത സംപ്രേഷണം ചെയ്തത്. ആ വാർത്തയെ തുടർന്നാണ് എക്സൈസ് അധികൃതർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. പാലക്കാട്ടെ നിരവധി ഷാപ്പുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ഒരിടവേളയ്ക്കു ശേഷം ഞങ്ങൾ വീണ്ടും അന്വേഷിക്കുകയാണ് കള്ളിൽ മായം ചേർക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന്, ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്ന്. ന്യൂസ് മലയാളം ഇൻവെസ്റ്റിഗേഷൻ. കേരളത്തിൽ കള്ളിൽ വ്യാപകമായി മായം ചേർക്കുന്നുവെന്ന പരാതി നിരന്തരം ഉയരുകയാണ്. യഥാർത്ഥത്തിൽ ഷാപ്പുകളിൽ വിൽക്കുന്ന കള്ള് പരിശുദ്ധമാണോ? ന്യൂസ് മലയാളം വിശദമായി ഈ വിഷയം അന്വേഷിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം ഞങ്ങൾ തെങ്ങിൽ നിന്ന് ചെത്തിയിറക്കിയ ശുദ്ധമായ കള്ള് നേരിട്ടെത്തി ശേഖരിച്ചു. പിന്നീട് എറണാകുളത്തെ 2 ഷാപ്പുകളിൽ നിന്ന് കലക്ക് കള്ള് വേണമെന്ന് ആവശ്യപ്പെട്ട് ഷാപ്പിലെ കള്ളും വാങ്ങി. ശുദ്ധമായ കള്ളും 2 ഷാപ്പിൽ നിന്നായി വാങ്ങിയ കള്ളും ഈ 3 സാമ്പിളുകളും പരിശോധനയ്ക്ക് നൽകി. ദിവസങ്ങളുടെ കാത്തിരിപ്പ്. മായം ചേർത്തെന്ന് ഉറപ്പിച്ചു തന്നെ വാങ്ങിയ കള്ളും ശുദ്ധമായ കള്ളുമാണല്ലോ കൊടുത്തത്. താരതമ്യം ചെയ്ത് മായത്തിന്റെ അളവറിയാമെന്നാണ് കരുതിയത്. പരിശോധനാ ഫലം വന്നപ്പോൾ അന്തം വിട്ടുപോയി. കലക്ക് കള്ള് തന്നെ വേണമെന്ന് പ്രത്യേകം പറഞ്ഞു വാങ്ങിയ സാമ്പിളുകളിലും ഒരു മായവുമില്ലെന്ന് ഫലം. സോഡിയം ലൗറൽ സൾഫേറ്റ്, ക്ലോറൽ ഹൈഡ്രേറ്റ്, അങ്ങനെ സാധാരണഗതിയിൽ ചേർക്കുന്നതെന്ന് കരുതപ്പെടുന്ന യാതൊരു രാസവസ്തുക്കളുടെയും സാന്നിധ്യമില്ല. സർവ്വസാധാരണമായി ചേർക്കുന്നുവെന്ന് എല്ലാവരും കരുതുന്ന സ്റ്റാർച്ചിന്റെ സാന്നിധ്യവും കണ്ടെത്തിയില്ല. തെങ്ങിൽ നിന്ന് ചെത്തിയിറക്കിയ കള്ളിന്റെ അത്ര പോലും ആൽക്കഹോൾ കണ്ടന്റ് കലക്കുകളിലില്ല. എന്തുകൊണ്ടാണ് കലക്കുകളിൽ പോലും മായം കണ്ടെത്താൻ കഴിയാഞ്ഞത്? ആ അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമായി. പണ്ട് പതിവായി ചേർത്തിരുന്ന രാസവസ്തുക്കളല്ല ഇപ്പോൾ ചേർക്കുന്നത്. നടത്തുന്ന പരിശോധനയോ പഴയ രീതിയിലുള്ളത് തന്നെ. സിറപ്പടക്കം ചേർക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരിശോധന നടത്തുന്നില്ല. കള്ളിൽ മായം ചേർക്കുന്നവരെ പിടികൂടാൻ കഴിയാത്തത് ഇതുകൊണ്ടാണെന്ന് വിദഗ്ധർ പറയുന്നു. ഇപ്പൊ ചെയ്യുന്നത് കള്ളിനിപ്പോൾ ഓരോ ജില്ലയിലും നമ്മൾ കള്ള് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് 2-3 ഘടകങ്ങളുണ്ട്. നിറം, അതിൻ്റെ മണം, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ കൺസിസ്റ്റൻസി, ഇങ്ങനെ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളൊക്കെ ഓരോ ജില്ലയിലും മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിനർത്ഥം കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ, കള്ളിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു ഫോർമുലയുണ്ട്. അവർ കള്ളുണ്ടാക്കുന്ന ആൾക്കാരുടെ സ്കില്ല് അനുസരിച്ച് അവർ മാറ്റിക്കൊണ്ടിരിക്കും. ആൻറ്റി ഹിസ്റ്റമിനുള്ള സാധനങ്ങളൊക്കെ സിറപ്പ് ഫോമിൽ കിട്ടും. അത് കള്ളിൽ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകാതെ നമുക്ക് കിട്ടും. ഈ ബെൻസോഡൈസിപ്പിൻ ഗ്രൂപ്പിൽപ്പെട്ട സെഡേറ്റീവ്സ് ഉപയോഗിക്കാറുണ്ട്. കന്നാബിസ് എന്ന് പറയുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് കണ്ടെത്തിയിട്ടുള്ളതായിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വെറുതെ പറഞ്ഞു പോയാൽ പോരല്ലോ. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി മുമ്പ് വ്യാജ കള്ള് നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്ന ഒരു തൊഴിലാളിയുടെ സഹായത്തോടെ സിറപ്പ് ഉൾപ്പെടെയുള്ള ന്യൂജൻ മായങ്ങൾ ചേർത്ത് വ്യാജ കള്ളിന്റെ സാമ്പിൾ നിർമ്മിച്ചു. വ്യാജ കള്ള് നിർമ്മിച്ച് നേരത്തെ നടത്തിയ അതേ പരിശോധനകളെല്ലാം ഒരിക്കൽ കൂടി നടത്തി. പ്രതീക്ഷ തെറ്റിയില്ല. എല്ലാം നോർമൽ. മായം ചേർത്തതിന് പോലും തെളിവില്ല. ആൽക്കഹോൾ കണ്ടന്റ് കൂടി നോക്കുക. വെറും 4.8%.
ചുരുക്കത്തിൽ കള്ളിൽ മായം കണ്ടെത്താനുള്ള നിലവിലെ പരിശോധനാ രീതികൾ കാലഹരണപ്പെട്ടിരിക്കുന്നു. പരിശോധനയ്ക്ക് വലിയ ചിലവാണെന്നതിനാൽ ആരും അതിന് മുതിരുകയുമില്ല. പല കെമിക്കൽസും നമുക്ക് എന്താണ് ചേർക്കുന്നത്, ഇപ്പോൾ ആന്റി ഹിസ്റ്റമിൻസ് ഒന്നും ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന്റെ ടെസ്റ്റുകളൊക്കെ ക്രോമാറ്റോഗ്രാഫി ഒക്കെ ടെസ്റ്റാണ് ചെയ്യുന്നത്. അത് വളരെ അഡ്വാൻസ്ഡ് ടെസ്റ്റുകളാണ്. ഇന്നത്തെ നിലയിൽ ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് എന്തുണ്ട്, അൺനോൺ മെറ്റീരിയൽ എന്തുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതേസമയം നോൺ മെറ്റീരിയൽസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുടെ ഇടയിലാണ് കള്ളിന്റെ വ്യവസായം ഇപ്പോൾ നിൽക്കുന്നത്. വ്യാജ കള്ള് നിർമ്മിക്കുന്ന മാഫിയ സംവിധാനങ്ങൾ ഇന്ന് കൂടുതൽ അപ്ഡേറ്റ് ആയിരിക്കുന്നു. നിയമവിരുദ്ധമാണെന്ന് അറിയാമെങ്കിലും വാർത്തയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് വ്യാജ കള്ളിന്റെ സാമ്പിൾ ഞങ്ങൾ നിർമ്മിച്ചത്. നമ്മുടെ സംവിധാനങ്ങൾ കൂടുതൽ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ഷാപ്പുകളിൽ വ്യാജ കള്ള് ഒഴുകിക്കൊണ്ടേയിരിക്കും. ക്യാമറമാൻ അലോഷിക്കും രമേശ് റാമിനുമൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.